അദാനി മോദി ബന്ധം രാഷ്ട്രീയായുധമാക്കുന്ന ഇന്ത്യ സഖ്യത്തിന് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രിയുടെ വിമർശനവും പരിഹാസവും. ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കെടുത്ത ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തുമെന്ന് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാതെ പ്രധാനമന്ത്രി പരാമർശിച്ചു. അദാനിയെ സർക്കാരിന്റെ പങ്കാളിയെന്ന് വിശേഷിപ്പിച്ച മന്ത്രി വി.എൻ. വാസവന്റെ വാക്കുകൾ ഏറ്റുപിടിച്ച നരേന്ദ്രമോദി ഇതാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് വന്ന മാറ്റമെന്നും പ്രഖ്യാപിച്ചു. By adorning him with a ponnada, with the traditional cassava of Kerala. ചരിത്രം പിറന്ന വിഴിഞ്ഞം തുറമുഖത്തെ ഈ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനും CPM-നുമെതിരായ രാഷ്ട്രീയ സർജിക്കൽ സ്ട്രൈക്ക് കൃത്യതയോടെ നടപ്പാക്കി. ഒന്നിനും മറുപടി പറയാൻ അവസരമില്ലാത്തതിനാൽ ഇരുപക്ഷത്തിനും കേട്ടിരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. മോദി അദാനി ബന്ധത്തിന്റെ പേരിൽ എപ്പോഴും കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ളതായിരുന്നു ആദ്യ വെടി. I heartily welcome respected Gautam Adani, our partner. കൃത്യമായി ഈ വാക്കിൽ തന്നെ നരേന്ദ്രമോദി പിടിച്ചു. ഇന്ത്യ സഖ്യത്തെ ആകെയും രാഹുൽ ഗാന്ധിയെയും CPM-നെയും അടിക്കാനുള്ള വടിയാണ് വാസവൻ മോദിയുടെ കയ്യിൽ വച്ചുകൊടുത്തത്. പരിഹാസ ചിരിയോടെ മോദി പറഞ്ഞു, हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है. यहाँ शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा. സദസ്സിനുള്ള സന്ദേശമായിരുന്നില്ല, അദാനി മോദി ബന്ധം സ്ഥിരം രാഷ്ട്രീയായുധമാക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ള സന്ദേശമായിരുന്നു. मैसेज चला गया जहां जा रहा था. ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസ് MP ശശി തരൂരും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് രാഹുൽ ഗാന്ധിയുടെ ഉറക്കം കെടുത്തുമെന്നാണ് മോദി പറഞ്ഞു വെച്ചത്. കാരണം വേദിയിൽ ഗൗതം അദാനിക്കൊപ്പം ഇരുന്ന് അദാനി നിർമ്മിച്ച തുറമുഖം സ്വന്തം മുന്നണിയുടെ നേട്ടമായി CPM കോൺഗ്രസും ഉന്നയിക്കുന്ന അവസരമാണ് മോദി ഉപയോഗിച്ചത്. അദാനി ബന്ധം ആദർശ പ്രശ്നമായി ഉന്നയിക്കുന്ന CPM-നുള്ളതായിരുന്നു മോദിയുടെ അടുത്ത പണി. ഗൗതം അദാനിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സദസ്സിലുമിരിക്കെ മോദി അണികളോട് വിളിച്ചു പറഞ്ഞു, അദാനി കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രിയപ്പെട്ടവനായെന്ന്. जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर, ये बदलता हुआ भारत है. വിഴിഞ്ഞം തുറമുഖം പിണറായി സർക്കാരിന്റെ നേട്ടമാണെന്ന സദസ്സിലെ ഇടതനുഭാവികളുടെ മുദ്രാവാക്യം വിളി പ്രധാനമന്ത്രി കേട്ടതാണ്. അദാനി സർക്കാരിന്റെ പങ്കാളിയാണെന്ന മന്ത്രി വി.എൻ. വാസവന്റെ നിലപാട് മോദി ഇടത് നയവ്യതിയാനമാക്കി, മാറുന്ന ഇന്ത്യയുടെ മുഖമാക്കി. Respected Gautam Adani, our partner. വിഴിഞ്ഞത്തെ ചടങ്ങിൽ മോദിക്ക് ഏകപക്ഷീയമായ രാഷ്ട്രീയ ആക്രമണത്തിന് വഴിയൊരുക്കിയ ഈ പ്രയോഗം വേണ്ടായിരുന്നുവെന്ന് മന്ത്രി വി.എൻ. വാസവനും നേതാക്കളും മനസ്സിൽ ചിന്തിച്ചു കാണും. ചടങ്ങ് കഴിഞ്ഞു മടങ്ങുമ്പോൾ വി.എൻ. വാസവനുമായി കുശല സംഭാഷണത്തിനും മോദി മറന്നില്ല. ലത്തീൻ സഭയുടെ കടുത്ത എതിർപ്പുകൾക്കിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം അദാനി പോർട്സ് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മോദി ക്രൈസ്തവരെ കൂടെ നിർത്താനുള്ള വാക്കുകൾ പറയാനും മറന്നില്ല. അന്തരിച്ച മാർപ്പാപ്പയെ മോദി പ്രത്യേകം അനുസ്മരിച്ചു. केरला की धरती से एक बार फिर इस दुख में शामिल सभी लोगों के प्रति अपनी संवेदना प्रकट करता हूं. ക്യാമറമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.